എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 2-ാം തീയതി 17-12-2025 ബുധനാഴ്ച. ഇന്ന് വളരെ പ്രാധാന്യം നിറഞ്ഞൊരു ദിവസമാണ്, പ്രത്യേകത നിറഞ്ഞ ദിവസമാണ്. ഇന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഇന്നത്തെ ദിവസം മുതൽ ദശാവതാര ചാർത്ത് ആരംഭിക്കുകയാണ്. എല്ലാവരും ഇന്നു മുതൽ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം. ദശാവതാര ചാർത്തിൽ 2-ാമത്തെ ദിവസമാണ് ഇന്ന്. കൂർമാവതാരമാണ് ഇന്നത്തെ ചാർത്ത്. അപ്പോൾ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ബുധൻ ശ്രീകൃഷ്ണസ്വാമിയുടെ ദിവസമാണ്, അവതാര വിഷ്ണുവിൻ്റെ ദിവസമാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ വാഹനാദികൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അപകട സാധ്യത കൂടിയ ഒരു ദിവസമാണ്. വളരെയധികം ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അമിതമായ വേഗത്തിൽ പോയതുകൊണ്ട് ഒരു കാര്യവും സാധിക്കുകയില്ല. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി യാത്ര പുറപ്പെടേണ്ടതാണ്. ധാരാളം ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഉള്ള കാലഘട്ടമായതുകൊണ്ട് വേഗത്തിൽ പോകേണ്ട അവസരം വരികയും അമിതമായ സ്പീഡ് എടുക്കുകയും അസ്വസ്ഥത ഉണ്ടാകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കലഹങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. വാഹനം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്നത്തെ ദിവസം ഇത്തരത്തിലാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ദിവസമാണ് ഇന്ന്. പുതിയ ചികിത്സാ രീതികളൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന ദിവസമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ദിവസമായിരിക്കുമെന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകേരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഫലം ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. കൂടാതെ സാമ്പത്തികമായി നേട്ടമുണ്ടാകുന്ന ദിവസമാണ്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് പുതിയ മേഖലയിലേക്ക് തിരിയുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടുവാൻ സാധ്യത കുറഞ്ഞ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. വിദേശ ജോലിക്കോ വിദേശ യാത്രയ്ക്കോ വിദേശ പഠനത്തിനോ ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അഥവാ ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ഉത്തമമായ വൈദ്യ സഹായം തേടേണ്ടതാണ്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായി കാണുന്നു. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടവർക്കും പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്തുള്ളവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകേരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശത്തിന് പരിഹാരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്ന ഒരു ദിവസമായി കാണുന്നു. എന്നാൽ കാലാവസ്ഥയുടെ അനുബന്ധിച്ചുള്ള ചില ചെറിയ ജലദോഷമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുവാനും സാധ്യതയുണ്ട്. കഴിവതും മഞ്ഞ് ഉള്ള സമയത്ത് എക്സ്പോസ്ഡ് ആകാതെ ശ്രമിക്കുക. ശ്രീകൃഷ്ണസ്വാമിയെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. കണ്ടകശനിക്കാലമായതുകൊണ്ട് ഔദ്യോഗിക രംഗത്ത് വീഴ്ച വരുത്തുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. ഓരോ ജോലിയും വളരെ ശ്രദ്ധയോടുകൂടി ഇന്ന് ചെയ്യേണ്ടതാണ്. അതേപോലെ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുമായി കണ്ടുമുട്ടുവാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്നു. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ, ആശങ്ക ഒക്കെ ഇന്ന് വളരെ അനുകൂലമായി കാണുന്നു. ആശങ്കപ്പെടേണ്ടതില്ല. അവർക്കുള്ള ഭാവി സുരക്ഷിതമാകും എന്ന് ഉറപ്പുവരുന്ന ഒരു ദിവസമാണ്. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക്, ജോലിക്കൊരുങ്ങുന്നവർക്കൊക്കെ അനുകൂലമാണ്. എന്നാൽ വിദേശത്തിരിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമല്ല. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാരുടെ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ ഫലം പരിശോധിച്ചപ്പോൾ കാണുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയില്ലെങ്കിൽ അപകടങ്ങൾ സാധ്യതയുള്ളതായിട്ട് കാണുന്നു. കൂടാതെ
ചില വൈഷമ്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. കലഹത്തിനും കേസിനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ സങ്കീർണമാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. കുടുംബത്തിൽ ചില കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തികമായി പ്രതീക്ഷിച്ചിരുന്ന സഹായം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് കർശനമായ നിയമ നടപടികൾ നേരിടാനുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. വാഹനങ്ങൾ മൂലം ചിലവ് വർദ്ധിക്കുന്ന ദിവസമാണ്. വാഹനത്തിൽ നിന്ന് അപകടം വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രതിയോഗികളുമായി ഏറ്റുമുട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായ കാര്യത്തിൽ ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് വളരെ ലാഭകരമായൊരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തിക സഹായം എവിടെ നിന്നെങ്കിലും ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. എന്നാൽ അപകട സാധ്യത ഉള്ള ഒരു ദിവസമാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകേണ്ടത് അത്യാവശ്യമാണ്. ദൂരയാത്രയ്ക്ക് സാധ്യത കാണുന്നു. കാലിനോ കയ്യിനോ ഒടിവ്, ചതവ്, മുറിവ് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. വീട്ടമ്മമാർ വളരെ ശ്രദ്ധയോടുകൂടി ഇന്ധനം കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ പൊള്ളലേക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. എന്നാൽ സന്താനങ്ങളുടെ ഉയർച്ച, സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവൃത്തി, അവർക്ക് വേണ്ടിയുള്ള പരിശ്രമം ഒക്കെ ഫലപ്രദമാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചില അപവാദങ്ങൾക്ക് പാത്രീഭവിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓരോ കാര്യവും അച്ചടക്കത്തോടുകൂടി ചിട്ടയോടുകൂടി മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ചില കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. പുതിയതായി ഏതെങ്കിലും സംരംഭം തുടങ്ങിയതിൽ നിന്ന് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം വരുന്നത് മൂലം കുറച്ച് മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. പേടിക്കേണ്ട, ക്രമേണ അത് വ്യത്യാസപ്പെടുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങളാണ് കാണുന്നത്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് അതുപോലെയുള്ള ആളുകൾക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പറ്റിയ ഒരു ദിവസമായിരിക്കുമെന്ന്. അതേപോലെ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം ചില ക്ലേശങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ സാധ്യത കാണുന്നു. പല വെല്ലുവിളികളും നേരിടേണ്ടതായി കാണുന്നു. പ്രത്യേകിച്ച് നിയമപാലകർക്കാണ് അത്തരത്തിലുള്ള ഒരു ഫലം വരുന്നത്. വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരൻ്റെ തുണയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അനായാസേന നടക്കുന്നതാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അപ്രതീക്ഷിതമായ ചില ചിലവുകൾ ഉണ്ടാകുവാനും അതിനുവേണ്ടി പണം സ്വരൂപിക്കാനുള്ള ബദ്ധപ്പാടുകൾ ഉണ്ടാകുവാനും കുടുംബത്തിൽ പങ്കാളിയുമായി ചില തർക്കങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഗൃഹത്തിൽ ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ദിവസമായിരിക്കും. കായികമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അധ്വാനത്തിലൂടെ പണം സമ്പാദിക്കുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. മീഡിയ തുടങ്ങിയ കാര്യങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം.
ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. വളരെ ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർക്ക് വളരെ കരുതലോടുകൂടി മുൻപോട്ട് പോവുക. മാതൃദുരിതം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ജലസംബന്ധമായ ചില അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ജലലഭ്യതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ജലവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് മാനസികമായ ചില സംഘർഷങ്ങളുണ്ടാകുന്ന ഒരു ദിവസമാണ്. മാനസിക പിരിമുറുക്കം മൂലം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ വിപരീതമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കഴിവതും പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കേണ്ടതാണ്. ചില കേസുകൾ, വഴക്കുകളൊക്കെ ഉരുത്തിരിഞ്ഞു വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകാരന്മാർക്ക് വളരെ നല്ല ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല ദിവസമായിരിക്കും. വിശ്രമ ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് വിനോദയാത്രയ്ക്കോ അല്ലെങ്കിൽ തീർത്ഥാടന യാത്രയ്ക്കോ ഒക്കെ വഴി തെളിഞ്ഞു വരുന്നതാണ്. സന്തോഷകരമായ പല അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ടെങ്കിലും ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവപ്പെടാനും അധികരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അതിന് ശാരീരികമായ ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ചില വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്ന ദിവസമാണ്. ഗുണവും ദോഷവും ആയ ഒരു വ്യതിയാനമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മരുന്ന് കഴിക്കുന്നതിലും ഔഷധ സേവയിലുമൊക്കെ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ലാഭം ലഭിക്കുന്ന ദിവസമാണ്. വിമർശനങ്ങൾക്ക് വിധേയനാകാനുള്ള സാധ്യത വിധേയരാകാനുള്ള സാധ്യത ഉള്ളൊരു ദിവസമാണ്. ഗ്രഹജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില അപകടങ്ങൾ, ഒടിവ്, ചതവ്, മുറിവൊക്കെ വരുന്നതിനുള്ള സാധ്യത വളരെ തെളിഞ്ഞിരിക്കുന്ന ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. 7.5 ശനിയുടെ പോക്ക് കാലമാണ്. അപ്പോൾ വരവും ചെലവും അങ്ങനെയുള്ള ഒരു ദിവസമാണ്. വരികയും ചെയ്യും, അതേപോലെ ചിലവാകുകയും ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഷെയറുകളിൽ നിക്ഷേപിക്കാൻ പറ്റിയ ഒരു ദിവസമല്ല ഇന്ന്. എന്നാൽ പഠനത്തിന് ഏറ്റവും നല്ല ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പഠനത്തിന് തുടക്കം കുറിക്കുവാൻ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതിക്കാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. അലച്ചിൽ മൂലം ഉണ്ടാകുന്ന തലവേദന, ബ്ലഡ് പ്രഷർ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ പുതിയ പുതിയ ചിലവുകൾ വരുന്നതായി കണ്ട് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ജന്മശനിക്കാലമായതുകൊണ്ട് ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശാസ്താവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുമൂലം പല കാര്യങ്ങളും അനുകൂലമായി വരുന്നതായി കാണുന്നു. ഗ്രഹോപകരണങ്ങൾ വാങ്ങുവാനും അതുപോലെ അതിനായി പണം കൂടുതൽ ചിലവാക്കാനുമൊക്കെ സാധ്യത കാണുന്നു. വീട്ടിൽ റിപ്പയർ വർക്കുകൾ വരുവാനും സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഒരു പരിധിവരെ ആശ്വാസകരമായ ഒരു മറുപടി ലഭിക്കുന്ന ദിവസമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. നാളെ വീണ്ടും കാണാം.